മക്കളെ, ഇന്ന് നമുക്ക് മേരെ ദുനിയാക്കെ തമാം ബച്ചെ എന്ന കവിതയുടെ ആശയം നോക്കാം. നമ്മൾ ഇന്ന് ഈ ഒരു ആശയം മാത്രമാണ് നോക്കുന്നത്. അദ്നാൻ കഫീൽ ദർവേശ് ने लिखा हुआ एक प्रतीकात्मक कविता है मेरे दुनिया के तमाम बच्चे. അദ്നാൻ കഫീ ദർവേശ് എഴുതിയ ഒരു പ്രതീകാത്മകമായ കവിതയാണ് മേരെ ദുനിയാക്കെ തമാം ബച്ചെ. कवि बच्चे के द्वारा एक नई दुनिया की സ്ഥാപന करना चाहते हैं. കവി കുട്ടികൾ മുഖേന ഒരു പുതിയ ലോകം സൃഷ്ടിക്കാൻ വേണ്ടി, കുട്ടികളിലൂടെ ഒരു പുതിയ ലോകം സ്ഥാപിക്കാൻ വേണ്ടി കവി ആഗ്രഹിക്കുന്നു. കവി कहता है कि बच्चे दीवारों छेदकर दुनिया को नई आंखों से देखेंगे. കവി പറയുകയാണ്, കുട്ടികൾ ചുമരുകൾ ഛേദിച്ച് ലോകത്തിനെ പുതിയ കണ്ണുകൊണ്ട് കാണും. तब वे बोल उड़ेंगे कि उस पार भी मौसम हमारे जैसा ही है. അപ്പോൾ അവർ പറയും, അവർ ഉച്ചത്തിൽ പറയുകയാണ്, മറുവശത്തെ കാലാവസ്ഥയും നമ്മുടേതുപോലെ തന്നെയാണ്. അതായത് സംസാർ കെ സമസ്ത മനുഷ്യോ കി ഭാവനയും ഉമ്മീദയും ഹർ സരൂരത്തെയും സമാന ഹെ. ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും വികാരങ്ങളും പ്രതീക്ഷകളും ആവശ്യങ്ങളും തുല്യമാണ് എന്നാണ് ഈ കവിതയിലൂടെ കവി പറയുന്നത്. യഹ് കച്ചി കവിത ഹെ, ഇത് വളരെ നല്ലൊരു കവിതയാണ്. ഇസ്മേ പ്രതീകവും ഓർ ചവിയോം കാ ബഹുതായി ഹെ, ഇതിൽ ചിഹ്നങ്ങളും ചിത്രങ്ങളും പ്രതീകങ്ങളും ചവികളും ഇതിൽ വരുന്നുണ്ട്. അതാണ് നമ്മുടെ മേരെ ദുനിയാക്കെ തമാം ബച്ചി എന്ന കവിതയുടെ ആശയം വരുന്നത്. എല്ലാവരും ഈ ആശയം നന്നായിട്ട് പഠിക്കുക. 4 കവിതയുടെയും ആശയം നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. നമ്മളിവിടെ ഓരോരോ ക്ലാസ് ആയിട്ട് ഈ 4 കവിതയും പറയുന്നുണ്ട്. ഇന്ന് നമ്മൾ നോക്കിയത് മേരെ ദുനിയാക്കെ തമാം ബച്ചി എന്ന ആശയമാണ് നോക്കിയത്. അപ്പോൾ എല്ലാവരും ക്ലാസ് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ.